എല്ലാരും ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ ഈ ചെറുപ്പക്കാരെങ്ങനെ ആമീൻ പറയണ കേട്ടപ്പോ ഉസ്താദ് ഇങ്ങനെ ഒന്ന് നോക്കി, ഇവൻ ആരാന്ന്. ഉസ്താദ് ഇവനെ നല്ലതുപോലെ ഒന്ന് നോക്കുമ്പോ രണ്ട് കയ്യും ഉയർത്തിപ്പിടിച്ചിട്ട് ആമീൻ പറയുന്ന ചെറുപ്പക്കാരന്റെ പോക്കറ്റിൽ ഇരിപ്പുണ്ട്. നാളെയാണ് ശനിയാഴ്ച ബമ്പർ, ഓണ ബമ്പർ, വിഷു ബമ്പർ, ലോട്ടറി പോക്കറ്റിൽ വെച്ചിട്ടാണ് ഇവൻ ആമീൻ പറയുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതും വെച്ചുകൊണ്ട് പള്ളി വന്ന് ഒന്നാമത്തെ സഫിലിരിക്കുന്ന മനുഷ്യന്റെ കാലം. അതപ്പോ ലോട്ടറി എന്ന് പറഞ്ഞപ്പോ പ്രാവശ്യത്തെ ഓണ ബമ്പർ എത്ര ആയിരുന്നടോ? ഓണ ബമ്പർ എത്ര ആയിരുന്നു? ആർക്കും അറിയത്തില്ല. നിങ്ങളൊക്കെ മലക്കുകൾ, ഞാൻ മാത്രമേ ഉള്ളൂ മനുഷ്യനായിട്ട്. ഓണ ബമ്പർ എത്ര ആർക്കും അറിയത്തില്ല. തരുമാറാകട്ടെ. നിങ്ങൾ ആയിരിക്കും എടാ ലോട്ടറി വേണോ എന്ന് ഉസ്താദന്മാരോട് ചോദിക്കുവോ? ഇല്ല. കുറെ കാലം മുമ്പ് നിങ്ങൾ നാട്ടുകാരോട് ചോദിക്കും. പക്ഷേ ജുബയും തൊപ്പിയിട്ട ഒരു ഉസ്താദിന്റെ അടുക്കൽ വന്നിട്ട് ലോട്ടറി വേണോ എന്ന് ആരും ചോദിക്കത്തില്ല. എനിക്കിപ്പോഴും അനുഭവമുണ്ട്. കഴിഞ്ഞ ഓണത്തിനാണെന്ന് തോന്നുന്നു, ഞാനും എന്റെ കുടുംബം ഇങ്ങനെ ഇരിക്കുമ്പോ ഒരമ്മ എന്റെ കാറിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു 10 കോടി ഓണ ബമ്പർ. ഞാൻ ആ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞങ്ങൾക്കിത് എടുക്കല് പാവവാ, ഞങ്ങൾക്കിതെടുക്കാൻ പാടില്ല, ഹറാമ, പാവവാ. ആ അമ്മേനെ ഇങ്ങനെ നോക്കിയിട്ടൊരു ചിരി. അമ്മ എന്നെ നോക്കിയിട്ടൊന്ന് ചിരിച്ചു. ഞാൻ ചോദിച്ചു, എന്തേ അമ്മേ ചിരിക്കണേ? അല്ല മോനെ, നിങ്ങളുടെ ഒരു കാക്കാടെ കടയിലെ ഏജന്റാ ഞാനെന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മുടെ ഒരു കാക്കാടെ കടയിൽ നിന്ന് എടുത്തോണ്ടാ വന്നിരിക്കുന്നത്. ഇത് ആയിരിക്കേണ്ടത്. ഞാൻ പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് പള്ളിയിലെ ഖത്തീബിന് കള്ളുകുടിയെക്കുറിച്ച്, പലിശയെക്കുറിച്ച്, വ്യഭിചാരത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ പറ്റുമോ? ഉസ്താദ് പ്രസംഗിക്കുമ്പോ പള്ളിയുടെ മൂലയിൽ ഇരുന്നുകൊണ്ട് പറയും, ഇന്ന് നമുക്കിട്ടാളിയാ താങ്ങണേന്ന്. എല്ലാം പള്ളിക്കകത്തുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച ജുമയ്ക്ക് പള്ളിക്കകത്ത് പോയാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, നിസ്കരിക്കുന്നവനും കള്ളുകുടിക്കുന്നടോ, നിസ്കരിക്കുന്നവനും വ്യഭിചരിക്കുന്നു, നിസ്കരിക്കുന്നവനും പാപം ചെയ്യുകയാണ്. അവന് പേടിയില്ല, അവനിന്ന് ഭയമില്ലടോ. അവൻ അല്ലാഹനെ കുറിച്ചുള്ള ഭയം നഷ്ടപ്പെട്ടു പോയി. പെങ്ങളെ തലമറയ്ക്കണമെന്ന്, ഔറത്ത് മറയ്ക്കണമെന്ന് അറിയാത്ത ഏത് പെണ്ണാവുള്ളത്? വേണമെങ്കിൽ പെണ്ണുങ്ങൾ നമുക്ക് വഴുതു പറഞ്ഞു തരും. എന്നിട്ടും അവര് ചെയ്യുന്നുണ്ടല്ലോ. എന്തെല്ലാം പേകൂത്തുകളാണ്. ഒരു ഭയമില്ലല്ലോ, ഒരു ഭയമില്ലല്ലോ. അല്ലാഹുവേ, ഇന്നത്തെ മനുഷ്യന്റെ അവസ്ഥ ഇതാണ്. ഇന്നവരുടെ ഹൃദയത്തിനകത്ത് നിന്ന് ഭയം നഷ്ടപ്പെട്ടു പോയി. പടച്ചവനെ തെറ്റ് ചെയ്യുകയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹനെ കുറിച്ചുള്ള ബോധം വേണം മോനെ. അല്ലാഹ് കാണുന്നു എന്നുള്ള ചിന്ത വേണം ചെറുപ്പക്കാരാ. എടാ, ഇന്ന് പാപം ചെയ്യാൻ എളുപ്പമാണ്. ഇന്ന് കള്ള് കുടിക്കണമെങ്കിൽ പണ്ട് പടച്ചവനെ ജോലി കഴിഞ്ഞ് വരുന്നവർ ബീവറേജിന്റെ മുമ്പിൽ, അതാ ബീവറേജിന്റെ പരിസരത്തിൽ കൂടി നിൽക്കുകയാണ്. അതാ ജോലി കഴിഞ്ഞ് വരുന്നവര് 50ഉം 60ഉം ഷെയറിട്ട് ഒരു ചെറിയ കുപ്പി മേടിച്ചടിക്കുന്ന കാലം. പണ്ടങ്ങനെ ജോലി കഴിഞ്ഞ് വന്ന് നിൽക്കും, അല്ലെ 50 ഷെയർ ഇട്ടിട്ട് അൽഹംദുലില്ലാഹ് ഒരു കുപ്പി മേടിച്ചിട്ട് അടിക്കുന്ന കാലം. ഇന്ന് ഫ്രീ ആയിട്ട് കള്ളു കിട്ടുപെടോ? ഇന്ന് ഫ്രീ ആയിട്ട് കള്ളു കിട്ടും. കഞ്ചാവ് ഇന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്ന കാലമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹനെ കുറിച്ചുള്ള ഭയം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. നമ്മുടെ ഹൃദയത്തിനകത്ത് അല്ലാഹു കേറണം. പെണ്ണെ, നിനക്കിന്ന് പാപം ചെയ്യാൻ എളുപ്പമാടോ? ഇന്ന് പാപം ചെയ്യാൻ എളുപ്പമാടോ? ഇന്ന് പ്രിയപ്പെട്ടവരെ കള്ളു കുടിക്കാനും വ്യഭിചരിക്കാനും ഇന്ന് എളുപ്പമാണ്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതെന്തെന്നറിയോ? നിസ്കരിക്കുന്നവനൊരു സ്വർഗമുണ്ട്, ഖുർആൻ പഠിച്ചവനൊരു സ്വർഗമുണ്ട്, ഹജ്ജ് ചെയ്തവന് സ്വർഗമുണ്ട്, പള്ളി കെട്ടിക്കൊടുത്തവന് സ്വർഗമുണ്ട്, സദഖ ചെയ്യുന്നവന് സ്വർഗമുണ്ട്, നോമ്പ് പിടിച്ചവന് സ്വർഗമുണ്ട്. എല്ലാവർക്കും ഒരു സ്വർഗമാണ്, എല്ലാവർക്കും ഒരു സ്വർഗമാണ് അല്ലാഹു ഓഫർ ചെയ്തത്. എങ്കിൽ അല്ലാഹു പറയുകയാ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ. പെങ്ങളെ, അല്ലാഹു പറയുകയാ, ഒരാൾക്ക് 2 സ്വർഗമുണ്ടോ? പള്ളി കെട്ടിക്കൊടുത്തവനല്ല, കഅബാലയത്തിൽ ചെന്ന് ഹജ്ജ് ചെയ്തവനല്ല, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ച ഹാഫിദനല്ല. പിന്നെ അല്ലാഹു ആർക്കാണ് 2 സ്വർഗമുണ്ടെന്ന് പറഞ്ഞത്? ആർക്കെന്നറിയോ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ.
തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ അള്ളാനെ മറന്ന് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് പിന്തിരിയുന്നവനുണ്ടല്ലോ, പടച്ച റബ്ബിനെ ഭയന്നുകൊണ്ട് പിന്തിരിയുന്നവനുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള് സുലൈഖ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം പഠിച്ചവളാ. സുലൈഖ ബീബിയുടെ ചരിത്രം അറിയുന്നവളാണല്ലോ. ആ സുലൈഖയെ കുറിച്ച് പഠിക്കു പെങ്ങള്. ഈജിപ്തിന്റെ രാജകുമാരിയായ സുലൈഖ എന്ന് പറയുന്ന പെണ്ണുണ്ടല്ലോ, യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് തന്റെ മണിയറയ്ക്കകത്ത് വിളിച്ചു കയറ്റുകയാണ്. തന്റെ കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്ത് വിളിച്ചു കയറ്റിയിട്ട് യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ മണിയറയ്ക്കകത്ത് വിളിച്ചു കയറ്റി കഥകടച്ചിട്ട് സുലൈഖ എന്ന് പറയുന്ന സുന്ദരിയായ രാജ്യത്തിന്റെ രാജകുമാരി യൂസുഫിനോട് പറയും, യൂസുഫേ, എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചതാടാ യൂസുഫേ, എന്റെ മോഹമൊന്ന് സാധിച്ചതാ യൂസുഫേ. യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കയറി പിടിച്ച് തന്റെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് സുലൈഖ എന്ന് പറയുന്ന രാജകുമാരി ചോദിക്കുമ്പോ സുലൈഖ പറയുന്ന, യൂസുഫേ, ഒരാളും കാണില്ല, ഒരാളും അറിയില്ല, ഈ മണിയറയ്ക്കകത്ത് കിടന്ന് എന്ത് ചെയ്താലും ആരും കാണില്ലടാ യൂസുഫേ, എന്റെ ആഗ്രഹമൊന്ന് സാധിപ്പിച്ചു തരുമോ എന്ന് രാജ്യത്തിന്റെ രാജകുമാരി യാചിക്കുമ്പോ യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി, സുലൈഖ, ആര് കണ്ടില്ലെങ്കിലും അല്ലാഹു കാണുന്നുണ്ട് സുലൈഖ, എനിക്ക് അല്ലാഹുവിനെ പേടിയാ സുലൈഖ. ഹൃദയത്തിനകത്ത് അല്ലാഹു കയറിയാൽ എങ്ങനാ, ഹൃദയത്തിനകത്ത് അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം വന്നാൽ എങ്ങനാ. യൂസുഫ് പ്രവാചകനല്ല, യൂസുഫ് പറയുന്നു, എനിക്ക് അല്ലാഹുവിനെ പേടിയാ സുലൈഖ. പടച്ചവനെ, യൂസുഫ് മണിയറവാതിൽ തുറന്ന് ഇറങ്ങി ഓടുമ്പോ സുലൈഖ യൂസുഫിന്റെ കമീസ് പോലും അവിടെ നിന്ന് വലിച്ചു കീറുകയാണ്. അതാ അവസാനം യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലറയ്ക്കകത്താവുകയാണ്. സുലൈഖ പ്രതികാരം ചെയ്യുകയാണ്. ജയിലറയ്ക്കകത്തായി വർഷങ്ങൾ കഴിഞ്ഞു. പെങ്ങളെ, സുലൈഖ ആരാണെന്ന് നിനക്കറിയോ? യൂസുഫിനെ കയറി പിടിച്ച സുലൈഖാനയല്ലേ നിനക്കറിയോ? യൂസുഫിനെ കയറി പിടിച്ച സുലൈഖാനയല്ലേ നിനക്കറിയോ? എന്നാ പിറച്ചവനെ, സുലൈഖയുടെ യഥാർത്ഥ സ്വഭാവം എന്തെന്നറിയോ? വർഷങ്ങൾക്ക് ശേഷം ഈജിപ്തിന്റെ വർഷങ്ങൾക്ക് ശേഷം യൂസുഫ് നബി അലൈഹിസ്സലാം അവിടുന്ന് പ്രവാചകനായി, ജയിൽ മോചിതനായി, പടച്ചവനെ ഈജിപ്തിന്റെ ഭരണാധികാരിയായി സുലൈഖാനെ വിവാഹം കഴിച്ചു. സുലൈഖയെ വിവാഹം കഴിച്ചു. റബ്ബേ, യൂസുഫ് നബി അലൈഹിസ്സലാം മണിയറയ്ക്കകത്ത് കടന്നു ചെല്ലുമ്പോ സുലൈഖ സഹകരിക്കുന്നില്ല. യൂസുഫ് നബിയോട് സുലൈഖ സഹകരിക്കുന്നില്ല. യൂസുഫ് നബി ചോദിക്കുന്നു, സുലൈഖ, നിനക്കെന്തു പറ്റി സുലൈഖ? യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സുലൈഖ ബീബി റളിയല്ലാഹു തആല അൻഹ കയറി പിടിച്ച ചരിത്രം നമുക്കറിയാം. അങ്ങനെ അവസാനം ജയിൽ മോചിതനായി അവസാനം യൂസുഫ് നബി അലൈഹിസ്സലാം സുലൈഖ ബീബിയെ വിവാഹം കഴിച്ചു. കല്യാണം കഴിഞ്ഞ് മണിയറയിൽ ചെന്നപ്പോ സുലൈഖ ബീബി സഹകരിക്കുന്നില്ല യൂസുഫ് നബിയോട്. യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് സഹകരിക്കാതെ വന്നപ്പോ സുലൈഖ ബീബിയോട് യൂസുഫ് നബി ചോദിച്ചു, സുലൈഖ, അല്ലാഹു ഹറാമാക്കിയ സമയത്ത് നീ എന്നെ കയറി പിടിച്ചവളാ, അള്ളാഹു ഹറാമാക്കിയ സമയത്ത് നീ എന്നെ കയറി പിടിച്ചവളാ. ഇന്ന് അള്ളാഹു നമ്മളെ ഹലാലാക്കി തന്നിരിക്കുകയാ, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നീ എന്തേ എന്നോട് സഹകരിക്കാത്തത്? നിനക്ക് എന്തു പറ്റി? സുലൈഖ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? യൂസുഫേ, അന്ന് നിന്നെ കയറി പിടിക്കാനുള്ള കാരണം എന്റെ മനസ്സ് മുഴുവനും നീയായിരുന്നു. നിന്നോടുള്ള പ്രണയമായിരുന്നു, നിന്നോടുള്ള പ്രേമമായിരുന്നു. യൂസുഫെ, അതുകൊണ്ടാണ് ഞാൻ അന്ന് കയറി പിടിച്ചത്. പക്ഷെ ഇന്ന് എനിക്ക് സഹകരിക്കാൻ പറ്റാത്തതിന്റെ കാരണം ഇന്നെന്റെ ഹൃദയത്തിനകത്ത് നീയല്ല, അള്ളയാ. ഇന്നെന്റെ ഹൃദയം മുഴുവനും നീയല്ല, അള്ളയാ. അള്ളാനെ കുറിച്ചുള്ള ആ ഒരു ഭയം, ആ ഒരു പേടി എനിക്കുള്ളത് കൊണ്ടാ എനിക്ക് സഹകരിക്കാൻ പറ്റാത്ത